സ്പെഷ്യൽ എന്തെങ്കിലും വട്ടയപ്പം പിന്നെ ഞങ്ങളുടെ അരി അലുവ. അതാണ് നിങ്ങൾക്ക് ഞങ്ങള് ക്രിസ്മസിന് വേണ്ടി സമർപ്പിക്കുന്ന വിഭവങ്ങൾ. ഇളയമ വീഡിയോയിൽ വരുമ്പോൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ്, ഇത് ഭാഗ്യൻ്റെ ഇളയമയാണോ ശ്രീയുടെ ഇളയമയാണോ എന്ന്. ഞങ്ങൾക്ക് രണ്ടാക്കും കൂടെ ആകെ ഒരു ഇളയമയുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഇളയമയുടെ സ്പെഷ്യലായിട്ടുള്ള അരി അലുവയും അതേപോലെ തന്നെ അസല് നാടൻ വട്ടയപ്പവും നമ്മുടെ തൃശ്ശൂർക്കാരുടെ കള്ളപ്പുണ്ടല്ലോ, അതാണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി ഇളയമ തയ്യാറാക്കുന്ന ക്രിസ്മസ് സമ്മാനം കൂടിയാണ്. ഇപ്പോൾ ക്രിസ്മസ് ഒരുക്കങ്ങളായിട്ടുള്ള നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. ഇളയമ്മയുടെ റെസിപ്പിക്ക് എൻ്റെ ശബ്ദമാണ് കേട്ടോ ഒന്ന്. അപ്പോൾ നമുക്ക് ഇതാ കപ്പി കാച്ചാനായിട്ട് കുറച്ച് വെള്ളത്തിൽ കുറച്ച് അരിപ്പൊടി ഇതാ അങ്ങനെ കുറുക്കിയെടുക്കാം കേട്ടോ. അരിപ്പൊടി കുറുക്കണം, ഈ പരുവത്തിലാക്കണം. നമ്മളത് കള്ളം ഒഴിച്ചിട്ടുണ്ടാക്കാൻ പോണേട്ടാ, നല്ല നാടൻ വട്ടയപ്പം. നമ്മുടെ ഇതിൽ തേടാനായിട്ടും ഇളയമ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കപ്പി കാച്ചാൻ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തൊരു പാത്രത്തിൽ ഒരു 3/4 കിലോത്തോളം നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 കിലോ തികച്ചെടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ജസ്റ്റ് നന്നായിട്ട് ആ കപ്പി കാച്ചിയതും ജീരകവും അതുപോലെ തന്നെ നമ്മുടെ ഏലക്കായും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അരിപ്പൊടി കുറുക്കിയതാ ഈ ഒരു പരുവത്തിലായി വരണം കേട്ടോ. അപ്പം നമ്മൾ പഞ്ചസാര ഇടണം. ഇവിടെ ഇപ്പോൾ പഞ്ചസാര നമ്മുടെ ഒരു അളവിനനുസരിച്ചാണ് ഇടേണ്ടത്. നമുക്ക് 2 ഗ്ലാസ് തൊട്ട് 3 ഗ്ലാസ് എന്ന് വേണമെങ്കിൽ അളവ് പറയാം. ഒരു 1/4 ടീസ്പൂൺ ജീരകവും അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. ഏലക്കായ ചതയ്ക്കാൻ അടിപൊളിയായിട്ടുള്ള മാർഗം പഞ്ചസാര കൂട്ടി മിക്സിയിൽ ഒരു കറക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏലക്കായ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതാവുമ്പോൾ ആ ഫ്ലേവേഴ്സൊക്കെ നമ്മുടെ ആ ഒരു മാവിലേക്ക് ഇറങ്ങി ചെന്ന് ഏലക്കായുടെയും ജീരകത്തിൻ്റെയും മണമുള്ള അടിപൊളി വട്ടയപ്പം നമുക്ക് കഴിക്കാം. അപ്പോൾ അതൊരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി നാളികേരം ചിരകലാണ്, അതാണ് ഇതിൽ ഇത്തിരി പണിയായിട്ടുള്ളൂ കേട്ടോ. ആ പണി ഏറ്റെടുക്കാനായിട്ട് നെഞ്ചും വിരിച്ചതാ നമ്മുടെ ഭാഗ്യം വന്നിട്ടുണ്ട്. 1 2 ഒന്നല്ല 5-6 നാളികേരമാണ് നമുക്ക് ചിരകി തന്നു കേട്ടോ. കുഞ്ഞ നാളികേരായിരുന്നു. അപ്പൊ നാളികേരത്തിന്റെ അളവ് കൃത്യമായിട്ടൊന്നും ഇല്ലാന്നേ, ഇത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും കുഴപ്പമില്ല. എന്നാലും നമുക്ക് ഒരു 3 തൊട്ട് 4 ഗ്ലാസ് വരെ എന്നുള്ള ഒരു അളവിൽ നമുക്ക് ചേർക്കാം. ഇപ്പൊ ആ ഇളയമ ചേർത്തുകൊണ്ടിരിക്കുന്നതാണ് അടിപൊളി നാടൻ കള്ള്. ഇതാവുമ്പോൾ പെട്ടെന്ന് പൊന്തി വരികയും ചെയ്യും. പിന്നെ ഒരു പ്രത്യേക മണമുണ്ട്, കള്ളിന്റെ മണം. അതാണല്ലോ കള്ളപ്പം എന്ന് പറയുന്നത്. അത് നമുക്ക് കിട്ടും ചെയ്യും. കള്ളൊഴിച്ച് അതോടൊപ്പം തന്നെ നന്നായിട്ട് ചൂടാറിയിട്ടുള്ള കപ്പി ഉണ്ടല്ലോ, നമ്മുടെ കുറുക്ക് അരിക്കുറുക്ക്, അതിലേക്കും കൂടി ഇട്ട് കൊടുത്ത് നാളികേരം നന്നായിട്ട് ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് അടിച്ചു കൊടുത്ത്, അതായത് പെട്ടെന്ന് പാല് പിഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി ചൂടുവെള്ളത്തിൽ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒരു വാം വാട്ടറിലൊക്കെ ഇങ്ങനെ അടിച്ച് സെറ്റാക്കി എടുത്ത് വരുമ്പോഴേക്കും അതിലത്തെ തണുപ്പൊക്കെ മാറിയിട്ട് കിട്ടും. അത് നമ്മൾ ആ ഒരു കുഴച്ച് വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ അതിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി കൈ കൊണ്ടുള്ള ഈ കുഴയാണ് ഇതിലത്തെ മെയിൻ ഐറ്റം സാറേ. ഇത് ഷോർട്സ് ആയിട്ട് ഇട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വിശദീകരിച്ച് പറഞ്ഞു തരായിരുന്നു ശ്രീജ എന്നുള്ള പരാതി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത്. എന്നാലും ഞാൻ ഷോർട്സ് ഇടാം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ കുഴച്ചെടുക്കുന്ന സാധനങ്ങൾ നല്ല രീതിയിൽ പൊന്തി വന്നാൽ മാത്രമാണ് നല്ല പശുമയാർന്ന അല്ലെങ്കിൽ സ്പോഞ്ച് പോലത്തെ കള്ളപ്പം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഞാൻ കള്ള് ചെറുപ്പത്തിൽ കുടിച്ചിട്ടുണ്ട്. മാമന്റെ അവിടെ കള്ളി കിട്ടുമ്പോ വെട്ടി ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ആരും മദ്യപാനികളെന്ന കേസ്. ഭാഗ്യന്റെ കള്ളു കുടിക്കാനുള്ള ഒരു ത്വര അല്ലേ, ചുമ്മാ പറഞ്ഞ കേട്ടോ. അങ്ങനെ നമ്മളിതാ നന്നായിട്ട് കലക്കി എടുത്തിട്ടുള്ള ഈ മാവ് 6 തൊട്ട് 8 മണിക്കൂർ വരെ നമ്മളൊന്ന് നന്നായിട്ട് വീർക്കാൻ വെക്കണം കേട്ടോ. നമ്മളിവിടെ വെയിലത്ത് കൊണ്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാനിനി ആ ഒരു നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇത്തിരിയും കൂടി പശുമയിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വിസ്കിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഇതൊരു വെള്ളത്തുണി ഇട്ട് മൂടിയിട്ട് ഇതാ നല്ല വെയിലത്ത് കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 3-4 മണിക്കൂർ പുള്ളിക്കാരൻ അവിടെ അങ്ങോട്ട് ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അരിയലുവയ്ക്ക് വേണ്ട സംഭവങ്ങൾ തയ്യാറാക്കിയാലോ. അരിയലുവയാണ് കേട്ടോ സാറേ മെയിൻ എന്ന് പറയില്ലേ, അതാണ് ഇളയമയുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം കേട്ടോ. ഒരു 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള അരി നമുക്ക് ഇതാ മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് പൊടിയാവണ്ട കേട്ടോ.
പലഹാരം ഇപ്പൊ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് മണി ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പൊടിച്ചെടുത്തിട്ടുള്ള ഈ പൊടി നമ്മൾ ഏത് പാത്രത്തിലാണോ അലുവ വരുകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയൊരു തരിതരിപ്പ് വേണം കേട്ടോ, എങ്കിൽ മാത്രമാണ് നല്ല രുചിയിൽ കിട്ടുള്ളൂ. അതിൽ നമ്മൾ 2 പാൽ ഒഴിച്ച് ദാ മാവിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് മധുരം, അപ്പം നമ്മളൊരു 3/4 കിലോത്തോളം ശർക്കര എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഉരുക്കി മാറ്റി വെക്കണം. ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കുള്ളൂ കേട്ടോ. അതിലേക്ക് വീണ്ടും നമ്മൾ 2 പാൽ ഒഴിച്ച് നമുക്ക് വേണ്ട ഒരു അളവിൽ കട്ടിക്ക് തന്നെ, അതായത് പൊട്ടിത്തെറിക്കാണ്ടിരിക്കാനായിട്ട് കുറച്ച് കട്ടിക്കാണ് ഇളവ പാല് ചേർത്തിട്ടുള്ളത്. മാത്രമല്ല നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ ഒരു ഏലക്കായും പഞ്ചസാരയും ഉണ്ടല്ലോ, അത് അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു മണത്തിന്. ഇനി അടുപ്പിൽ വെക്കുക. ഈ ഇളക്കൽ ഇനിയാണ് കുറച്ച് അധികം നേരത്തെ പണിയുണ്ട് കേട്ടാ. നമ്മളിത് പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നാളികേരം പാലിൽ ചേർക്കണത് കേട്ടോ, അതായത് ചേർത്ത് നമ്മൾ ചെയ്യുന്നത്. അത് നന്നായിട്ട് ഇതുപോലെ ഒരു കുറുക്ക് കൺസിസ്റ്റൻസിയിലായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇതേ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ശർക്കര പാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇളക്കൽ ചെറിയ ചെറിയ കട്ടയൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിലും അത് പ്രത്യേക രുചിയാണ് കേട്ടോ കടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇളമ വീണ്ടും കുറച്ച് ഏലക്കായ പൊടിച്ചതും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയൊക്കെ പൊടിച്ചതുണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 പാൽ ഒഴിച്ചു. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ, അതായത് ഒരു 3/4 ഭാഗം എത്തുമ്പോഴാണ് നമ്മൾ 1 പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു പായസത്തിന് നമ്മുടെ ഒരു അടപ്രഥമന്റെ ഒക്കെ ഒരു ടേസ്റ്റിലാണ് കിട്ടുക കേട്ടോ, അല്ല ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക. നല്ല ടേസ്റ്റാ. ഞാൻ ഓടിക്കൊണ്ടുപോണതേ നമ്മുടെ അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തതാണ്. അത് ഒന്ന് ഇടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ ആ നെയ്യോടെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇളക്കൽ. അതിൻ്റെ ഇടയിൽ കൂടെ ഭാഗ്യം എന്താ സൈഡിൽ നിന്ന് കോരി കഴിക്കണുണ്ട്. കാണാൻ പോകുന്നത് ഞങ്ങളുടെ ക്രിസ്മസ് സ്പെഷ്യൽ അലുവയാണ്. അലുവമായി അലുവമ്മായി ആരും വിളിക്കല്ലേ, പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇളമന നാട് മുഴുവൻ ഇളമനാട്ട് അറിയപ്പെടുക. എല്ലാവരും ഇളമാന്നാ വിളിക്കുക. ഞാൻ വിളിച്ചാലും കുഴപ്പമില്ല, അമ്മായി വിളിച്ചാലും കുഴപ്പമില്ല, അമ്മാമിയായി ചെയ്തു. പക്ഷെ നിങ്ങൾ ഈ അലുവ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഇളമേരെ സ്വന്തം റെസിപ്പി ആയി അലുവ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അത്രയും ഗംഭീരമായി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടു. ഒരാളോട് വിളിച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾ ഞാൻ കാണിച്ചേ. വിളിച്ചിരിക്കുന്ന ആളെ കാണിച്ചു കൊടുക്കും. ഇത് അടപ്പത്ത് വെച്ചപ്പോ തൊട്ട് ഇങ്ങനെ അലുവ ഉരുളിയിൽ കിടന്നിട്ട് ഉരുളണം. അതാണ് ഇതിന്റെ പാകം. കണ്ട ബോള് പോലെ ഉരുളണം. കണ്ട വെളിച്ചെണ്ണ ഇതിനാണ് നമ്മൾ വെരികി അലുവ പോലെ ആക്കി പറയാ. ഇതാണ് അതിന്റെ പരിപാടി. വെരികി എന്ന് പറയും. വെരികി എന്ന് പറയില്ലേ? വെരിജിന്റെ ശർക്കര ഇട്ടിട്ട് ചക്ക വരട്ടണ പോലെയല്ല നമ്മുടെ ഇവിടെ ചക്ക വരട്ട. നമ്മളിവിടെ നാളികേരം ഇനി നമ്മുടെ അരിയലുവ ഒരു കിണ്ണത്തിൽ ഇതാ ഇതുപോലെ നമുക്ക് പരത്തി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നത് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ അരിയലുവ എന്ന് പറയുന്നത്. അരിയലുവൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴേക്കും ഒരു സൈഡിൽ നിന്ന് ഞാനും ഭാഗ്യനും ചട്ടി വടിക്കാൻ തുടങ്ങിയിരുന്നു. ചട്ടി വടിക്കൽ പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മൊമെന്റുമാണ് നമുക്ക്. പണിപ്പെട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഉരുളി വടിക്കുക. കൈ കൊണ്ടതുണ്ട്. ഉരുളി കഴുകണ ആൾക്കാണ് ഉരുളിയിൽ കുറച്ച് പായസം ബാക്കി വെക്കും. ആ പായസത്തിന് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവും. ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പായസമായി. അപ്പോൾ വിളമ്പണ ആള് മിക്കവാറും ഉരുളി കഴുകുന്ന ആള് ഞാനായിരിക്കും. അപ്പോൾ വിളമ്പണ ആള് നമുക്ക് വേണ്ടിയാലും മാറ്റി വെച്ചിട്ടുണ്ടാവും. അതാണ് പഠിച്ചെടുക്കുന്നത്. പണ്ട് അമ്പലത്തില് പായസം ഉണ്ടാക്കി കഴിയുമ്പോഴേ ഭാഗ്യനാണ് അത്ര വിളമ്പാറുള്ളത്. ആ വിളമ്പുന്ന ആൾക്ക് ചട്ടി വടിക്കാൻ കൊടുക്കുന്നു. അങ്ങനെ കുറെ ചട്ടി വടിച്ച കഥയാണ് കേട്ടോ ഭാഗ്യം നമ്മളോട് പറയണേ. അടുത്ത് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് വട്ടയപ്പം. ഒരു 6 മണിയായപ്പോഴേക്കും നമ്മുടെ വട്ടയപ്പത്തിനുള്ള മാവ് പൊന്തി വന്നായിരുന്നു. എണ്ണ തേച്ച പാത്രത്തിൽ കോരി ഒഴിച്ച് ഞങ്ങൾ അതിനെ വേവിച്ചെടുത്തു. ഒരു അരമണിക്കൂറോളം നമ്മൾ ആവിയിൽ വേവിക്കണം. എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിൽ പച്ചവെള്ളം നിറച്ചിട്ട് അതിലേക്ക് ഇറക്കി വെക്കണം. അപ്പോൾ പ്ലേറ്റുമേ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഇതുപോലത്തെ വട്ടയപ്പം നമുക്ക് കിട്ടൂട്ടാ. വട്ടയപ്പം അങ്ങനെ ആദ്യത്തെ ഞങ്ങളുടെ കുഞ്ഞ് റിലീസ് ആയിട്ടുണ്ട്. സൂപ്പറാണ്. പൊരി
ഞങ്ങള് കുക്കിംഗ് പരിപാടികളൊക്കെ അവസാനിച്ചു. ഇനി പതുക്കെ നമുക്ക് നക്ഷത്രങ്ങൾ ഇടാൻ പോവാം. ഞങ്ങളുടെ വീടൊക്കെ ഞങ്ങൾ അലങ്കരിക്കാൻ പോവുകയാണ്. വെള്ള വെള്ള നക്ഷത്രങ്ങൾ. ചിക്കനല്ലേ ഞങ്ങളുടെ വട്ടയപ്പവും കള്ളപ്പവും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് വന്നപ്പോഴേക്കും പുറത്ത് ചേട്ടന്മാര് നക്ഷത്രം ഇടാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. യുജീനിയമ ഇടാം നക്ഷത്രം, അതുപോലെ തന്നെ മാല ബൾബ് എന്നൊക്കെ വിചാരിച്ചു ഒരുപാട് നമ്മൾ മേടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇടേണ്ട നേരമായപ്പോഴേക്കും ചേട്ടന്മാര് പാടത്തെയും പറമ്പിലത്തെയും പണികളൊക്കെ കഴിഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു പാടം ഉണ്ടല്ലോ, അത് ചെട്ടുമല്ലിയൊക്കെ നിന്നിരുന്ന ചെറിയൊരു ഏരിയ ഉണ്ടല്ലോ, അവിടെ വൃത്തിയാക്കിയിട്ടുണ്ട്. രമണേട്ടനും പത്മനാഭേട്ടനും കൂടിയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഇവിടെ ഒരു ഷട്ടിൽ കോട്ടൊക്കെ കെട്ടണം, ഡെയിലി കളിക്കണം എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കണത്. എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല. എന്തായാലും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ഈ തിരക്കുകളൊക്കെ കഴിയുമ്പോഴേക്കും സെറ്റ് ആവുള്ളൂ. പക്ഷെ ക്രിസ്മസിന്റെ സമയത്ത് വീടിന്റെ പരിസരവും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വൃത്തിയായിട്ടിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടാ. ഇനി നമുക്ക് കുറച്ച് ക്രിസ്മസ് ഒരുക്കങ്ങളായാലോ? വാ നമുക്ക് തുടങ്ങാം. 1 2 3 4 5 ഒക്കെ നമ്മുടെ ക്രിസ്മസിന്റെ ഐറ്റംസ് ആണ് കേട്ടോ. ഇവിടെ ഗംഭീര മഴയായ കാരണം കൊണ്ട് ഞാനിതൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. മഴ കൊള്ളിപ്പിച്ച് ഇതിന് എന്തെങ്കിലും മഴ എങ്ങനെ കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം തകരും. ഇവിടെ മഴയായ കാരണം കൊണ്ടേ നമ്മള് നക്ഷത്രങ്ങളൊന്നും ഇട്ടിട്ടില്ല, മാലബൾബുകളും ഒന്നും ചാർത്തിയിട്ടോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മഴ പെയ്യുന്നത് അത്രയും ഗംഭീരമായ മഴയായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഈ ഐറ്റംസ് ഒക്കെ കേടായി പോവില്ലേന്ന്. അപ്പൊ ഇന്ന് മഴ വലിയ കാര്യമായിട്ട് പെയ്തിട്ടില്ല. അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നമ്മുടെ കുറച്ച് ദിവസമായി ശ്രീകുട്ടൻ പറയുന്നത് അൺബോക്സിങ് ചെയ്യാമേ, ട്രീ കാണിച്ചായോ അമ്മ എന്നൊക്കെ പറയുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് ചെയ്യാന്ന്. അപ്പൊ ഹാപ്പി ക്രിസ്മസ് ടു ഓൾ. കഴിഞ്ഞ കൊല്ലത്തെ പെട്ടിയാണിത് കേട്ടാ. കഴിഞ്ഞ കൊല്ലത്തെ പെട്ടിയില് ഒരുപാട് സാധനങ്ങളുണ്ട്. ഒക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ചെടുത്ത വെച്ച കാരണം കൊണ്ട് ഈ കൊല്ലം നമുക്കത് ഉപയോഗിക്കാറ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് തൃശ്ശൂരിൽ നിന്ന് ഷെബികരക്കയുടെ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇക്കൊല്ലം അവിടെ തന്നെ കേട്ടോ. പോയ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ. നമുക്ക് ഒരുപാടൊന്നും മേടിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല, ഉണ്ടാക്കണമൊന്നുമില്ല കേട്ടോ. നമ്മളൊരു ട്രീ മേടിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ നമുക്ക് ഇവിടെ ഇറക്കി വെച്ചിട്ട് ഇപ്രാവശ്യത്തെ എന്തൊക്കെയാന്ന് കാണാം കേട്ടോ. ഇതിൽ മുഴുവൻ മാല ബൾബുകളാണ്. വർഷം നമ്മള് മാല ബൾബുകൾ വലിയ കാര്യമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്രാവശ്യം മാല ബൾബുകൾ ഞാൻ കുറെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്നറിയാം, നമ്മുടെ യുജീനിയ ഇല്ലേ, നമ്മുടെ ഇവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന യുജീനിയ, അതും ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടാ. ഫുൾ ബാഗ് നിറയെ മാല ബൾബുകളാ. അടുത്ത പാക്കറ്റിൽ നമ്മള് കുറച്ച് ഹാങ്ങിങ്സുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഹാങ് ചെയ്യുമ്പോ കാണിച്ചതാട്ടോ. ഇതൊക്കെ എന്റെ ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് മോഹിച്ച് മേടിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. ഇന്നലെ കണ്ടിട്ടുണ്ടാവില്ല, ഇന്നലത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഞാൻ വേറൊരു ലൈറ്റ് മേടിച്ചു. പിന്നെ മുഴുവൻ നക്ഷത്രങ്ങളാ. മിന്നിത്തിന്നും നക്ഷത്രങ്ങൾ മിന്നിത്തിന്നും വേണ്ട. പിന്നെ നമ്മള് നക്ഷത്രം തന്നെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. വലുത് 3 മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. അതിന് 2 ചുമപ്പും 1 വെള്ളി. ഈ കൂട്ടത്തൊന്നും കണ്ടിട്ടില്ല. അവിടെ മൊബൈലിൽ ഇരുന്ന് കളിക്കുകയായിരുന്നു. മൊബൈലിൽ കളിക്കല്ലായിരുന്നു. ഓണ പറയരുത്. ഓണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാവ് കൊടുത്തു. ഇതാണ് കേരള ഫാൻസിയിൽ നമ്മൾ ഇപ്രാവശ്യം മേടിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ക്രിസ്മസ് ട്രീ കേട്ടോ. ഇത് പർച്ചേസ് ചെയ്യുന്ന വീഡിയോ അധികാരം കണ്ടിട്ടില്ല. അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ആയിരുന്നു. അത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നതുകൊണ്ട് ഞാൻ രണ്ടാമത് റീപോസ്റ്റ് ചെയ്ത് ആയതുകൊണ്ടാണെന്ന് ആർക്കും നോട്ടിഫിക്കേഷൻ കിട്ടാത്ത കാരണം കണ്ടിട്ടില്ല. നല്ലൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അത്. അപ്പം നമ്മുടെ ട്രീ 3 പാർട്ടായിട്ട് വന്നിരിക്കുന്നത്. ബേസ് ഉണ്ട്, ദാതുമ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന ഈ ഒരു ട്രീയുടെ അടിഭാഗം ഉണ്ട്, പിന്നെ ഇതിന്റെ മേൾഭാഗം ഉണ്ട്. ഇത് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് ഇതിനതുപോലെ ആക്കണം കേട്ടോ, നല്ല ഭംഗിയിൽ. എന്നിട്ട് ഇതിനെ ഫിക്സ് ചെയ്യാണ് ചെയ്യേണ്ടത് ഇതിന്റെ ഈ ബേസിൽ. അതിന് വേണ്ടിയിട്ട് സ്ക്രൂ നട്ടും ബോൾട്ടും ഒക്കെ തന്നിട്ടുണ്ട്. 2000 സംതിങ് രൂപയാണ് നമ്മുടെ ഈ ഒരു ട്രീക്ക് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുമ്മ ഇതുപോലെയുള്ള വൈറ്റ് സ്റ്റോകളൊക്കെ വീണിട്ടുള്ള കുറച്ച് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ യെല്ലോ ചെറി ബീഡ്സും അതുപോലെ തന്നെ നമ്മുടെ പൈൻ ട്രീമിൽ നിന്ന് വരുന്ന ആ ഒരു കായ് ഉണ്ടല്ലോ, അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. ഞാനിത് ഇതിന്റെ മുകളിലാണ് കയറ്റി വെച്ചിരിക്കുന്നത്. 5 അടി ആയിരുന്നു ഇതിന്റെ വലുപ്പം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്തത് ട്രീ. ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എനിക്ക് കുറച്ചും കൂടി എല്ലായിടത്തും ആർട്ടിഫിഷ്യൽ ആയിട്ടല്ലേ വെക്കുന്നത്. അപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഈ മഞ്ഞു പെയ്യുന്ന
നാട്ടിലുണ്ടാവുന്ന ക്രിസ്മസ് ട്രീകളുടെ പോലെ ഒരു ഫീൽ വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതുപോലെ തന്നെ മേടിക്കുക ചെയ്തത്. ഇത് നല്ല വൃത്തിക്ക് കൊണ്ടുപോയിക്കുകയാണെന്നുണ്ടെങ്കിൽ 10 കൊല്ലം ഉപയോഗിക്കാം കേട്ടോ. പിന്നെ കഴിഞ്ഞ കൊല്ലം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ അതുമ്മേ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ കൊല്ലത്തെയാണ് കേട്ടോ. എന്ത് ഫ്രഷ് ആയിട്ട് ഇരിക്കണ്ടായിരുന്നെന്ന് അറിയോ? ഞാനൊക്കെ ഇങ്ങനെ കാർഡ്ബോർഡ് പെട്ടിയിലാക്കിയിട്ടേ നല്ല ഭംഗിയിൽ നമ്മുടെ വീടിന്റെ ടെറസിന്റെ മുകളിൽ കൊണ്ടുവച്ച കാരണം കൊണ്ട് അതുമൊന്നും ഒരു പോറലോ പൊടിയോ ഒന്നും വീഴാതിരിക്കണ്ടായിരുന്നു. അപ്പൊ നമ്മളതെല്ലാം ആ ഒരു ട്രീമെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ട്രീ. ഫൈനലി അതുമ്പോൾ നമ്മൾ കുറച്ച് ഫെയറി ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് പുറത്ത് കൊണ്ടുവച്ചു കേട്ടാ. കാരണം നമ്മൾ എല്ലാ സാധനങ്ങളും പുറത്താണല്ലോ കൊണ്ടുവയ്ക്കുക. കുറച്ചു നേരം കഴിഞ്ഞ് അത് ഇട്ടപ്പോൾ എനിക്ക് തോന്നി ഇത് അകത്താണ് ഇരിക്കേണ്ടിയിരുന്നത് തോന്നിയിട്ട് ഞാൻ അകത്ത് തന്നെ കൊണ്ടുവച്ചു. പക്ഷെ നമുക്ക് മാല ബൾബൊക്കെ ഇട്ടിട്ട് ഇതിന്റെ ഫൈനലായിട്ടുള്ള ലുക്ക് എങ്ങനെയുണ്ടെന്ന് കാണണ്ടേ. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. ചെറുതാണ്, എന്നാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ അവിടെ തന്നെ മേടിച്ചിട്ടുള്ള കുറച്ച് ഹാങ്ങിങ്സ് ആണ്. ഇതിന്റെ വിലയൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ. 1300 400 അങ്ങാണ്ടാണ് ആയിട്ടുള്ളത്. 600 ലോ ആണ്. കാരണം 2 മേടിച്ചായിരുന്നു. 2ന്റെ വിലയും കൂടെ എനിക്ക് കൺഫ്യൂഷൻ ആയി. ഒരെണ്ണം വൈറ്റും ഒരെണ്ണം റെഡാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ നമുക്ക് ഒരു 10 കൊല്ലം വരെ ഒരു കുഴപ്പം പറ്റാതെ സൂക്ഷിക്കാം. കാരണം ഇത് വീടിന്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്നത് പൊടികളൊന്നും ആവൂല. മാത്രമല്ല ഈ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബെല്ലുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതുമ്പോൾ 3 വലിയ വലിയ ഉണ്ടകളൊക്കെ ഉണ്ടായിരുന്നു. അതുമ്പോൾ നിറച്ച് പൈനും അതുപോലെ തന്നെ ബാക്കിയുള്ള ഡെക്കറേഷൻസും ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട്. ഇത് നമുക്ക് ക്രിസ്മസിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും ഒരു ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തൂക്കി ഇടുകയും ചെയ്യാം. ഒരു റെഡിനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ ആ ഒരു മൂഡ് മാറ്റാൻ വേണ്ടിയിട്ടേ ഇങ്ങനെ ഒരെണ്ണം ഹാങ് ചെയ്യുന്നത് നല്ലതാ. നമ്മുടെ ആ മുക്കിലായിട്ട് തന്നെ ഒരു ചെറിയ ഹാങ്ങിങ് ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതുമ്പോഴാണ് ഞാൻ അത് തൂക്കിയിട്ട് വെക്കുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ട്രീ. പിന്നെ ഞാനൊരു ട്രയലിൽ കുറച്ച് ബൗൾസ് ഒക്കെ കഴിഞ്ഞ കൊല്ലത്തെ മാറ്റി വെച്ചതൊക്കെ ഉണ്ടായിരുന്നു. അതും അതിൽ തിരി കത്തുന്ന 2 പ്ലാസ്റ്റിക്കിന്റെ മെഴുക് തിരികൾ പോലത്തെ ഒരു ലാമ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അതിങ്ങനെ സൈഡിൽ വെച്ചപ്പോൾ അടിപൊളി ഒരു ക്രിസ്മസ് വൈബ് നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ടിന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗ്ലൂ ഗണ്ണുകൊണ്ട് മൊത്തത്തിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കി. എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളൂ. ഇതൊക്കെയായിരുന്നു എൻ്റെ ക്രിസ്മസ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. ഇളയമ്മയുടെ അലുവയും അതുപോലെ തന്നെ നമ്മുടെ കള്ളപ്പവും പിന്നെ എൻ്റെ ഡെക്കറേഷൻ ഐറ്റംസും പർച്ചേസിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. മഴയായ കാരണം കൊണ്ട് നമുക്ക് പുറത്ത് ഔട്ട്ഡോറിൽ കുറച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ നോക്കി ഇങ്ങനെ ചിരിച്ചില്ലെങ്കിൽ എന്തോ ഒരു കുറവ് ഫീൽ ചെയ്യും. അങ്ങനെ ബാക്കി വന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടടാ. ഇതൊരു തെറാപ്പി കൂടിയാണ് കേട്ടോ, സത്യം പറയാലോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ നമ്മൾ അന്നിട്ട് ലേറ്റാണ്, ഇതുവരെ ഞാൻ അത് കെടുത്തിട്ടില്ല. അത് കാണുമ്പോൾ എനിക്ക് തോന്നും നമ്മുടെ വീട്ടിൽ എന്തോ വലിയ ആഘോഷം വരാൻ പോവാന്നുള്ളത്. നിങ്ങൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള മൂഡിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കുളിക്കാനും നനയ്ക്കാനും ഒന്നും തോന്നാതെ ഒരു മോട്ടിവേറ്റഡ് അല്ലാത്ത ഫീലിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഡാൻസ് ഒക്കെ കളിക്കാനായിട്ട് ഫൈനലി നമുക്ക് പറ്റും. ഈ ഒരു ഡെക്കറേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുന്നേ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള വൈബ് കൈവരിക്കാൻ പറ്റുള്ളൂ. അത് കാരണം കൊണ്ട് എല്ലാവരും വീട്ടിലൊരു കുഞ്ഞ് ട്രീയും കുറച്ച് ഫെയറി ലൈറ്റ്സും ഇതുപോലെ കുറച്ച് ഡെക്കറേഷൻസും ഒക്കെ ചെയ്യണം. മാത്രമല്ല നിങ്ങളുടെ മക്കളെ കൊണ്ട് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണിക്കാനായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പള്ളികളിലൊക്കെ പോകും വേണം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അടിപൊളിയായിട്ടുണ്ടോയെന്ന് ഉള്ള കാര്യം നിങ്ങൾ പറയണം. ഇനി പുറത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കുറച്ചധികം ഇലക്ട്രിക് വർക്കുകൾ ഉള്ള കാരണം കൊണ്ട് ഭാഗ്യന്റെ സഹായം തേടേണ്ടതായത് കാരണം കൊണ്ടും അതങ്ങനെ പെൻഡിങ്ങിൽ കിടക്കാണ്. ഭാഗ്യന് അത്യാവശ്യം നല്ല തിരക്കുള്ള ടൈമാണ് ഇപ്പോഴേ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് നക്ഷത്രങ്ങളും അതുപോലെ തന്നെ ഫെയറി ലൈറ്റ്സ് ഒക്കെ ഞാൻ വീണ്ടും തട്ടിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ കഴുകി വൃത്തിയാക്കി തുടച്ചൊക്കെ വെക്കുകയാണ്. ഇപ്രാവശ്യം അത് വർക്കിംഗ് കണ്ടീഷൻ ആയ കാരണം കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഞാത്താമെന്ന് വിചാരിച്ചു. പതിവ് നമ്മുടെ മൈൻഡ് സെറ്റില്ലേ, ചെറിയൊരു തള്ളവേപ്പ് എവിടെ അടിക്കണ്ടോന്നൊരു ഡൗട്ടുണ്ടെന്ന്. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നല്ലല്ലോ. നമ്മൾ എത്ര ഭംഗിയാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എത്ര സേവ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ തന്നെ അടുത്ത വർഷം അതിൻ്റെ അടുത്ത വർഷമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫെയറി ലൈറ്റ്സുകൾ ഇടാനായിട്ട് ഭാഗ്യം സ്ഥലം കണ്ടുപിടിക്കുന്ന തിരക്കിലായിരുന്നു. ഞാനും പിന്നാലെ കൂടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏണിയൊക്കെ കൊണ്ടുവച്ച് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി. അപ്പോഴാണ് ചെറുതായിട്ട് മഴ ചാറുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ആ പരിപാടി അവിടെ നിർത്തുകയും ചെയ്തു. അങ്ങനെ ഫൈനലി നമ്മുടെ പരിപാടികളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടില്ല. വീണ്ടും പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ക്രിസ്മസിന്റെ കാഴ്ചകളൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായ പുതിയ വിഭവം പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാളപ്പം ഉണ്ടാക്കി, അലുവ ഉണ്ടാക്കി, നിറയെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തു. ഞങ്ങളുടെ ക്രിസ്മസ് ഈ വർഷം ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോവാണ്. നിങ്ങളുടെ ക്രിസ്മസിന്റെ ആഘോഷങ്ങളൊക്കെ എന്താന്നുള്ള കാര്യം കമന്റ് ചെയ്തോളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.
ശ്രീജ